വെൽക്കം ബാക്ക്. ഹോപ്പ് യു ആൾ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. സോ ഇന്നൊരു ആഫ്റ്റർ സ്കൂൾ റൂട്ടീൻ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. മോസ്റ്റ് ഓഫ് ദി ഡേയ്സും എൻ്റെ ആഫ്റ്റർ സ്കൂൾ റൂട്ടീൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം വന്ന ഉടനെ ബാഗൊക്കെ ഊരി വെച്ചിട്ട് അതിൽ നിന്ന് ബുക്കൊക്കെ എടുത്ത് മാറ്റി വെക്കാറുണ്ട്. ബുക്സൊക്കെ അതിൻ്റെതായ പൊസിഷനിൽ വെക്കും, ബാഗൊക്കെ അൺപാക്ക് ചെയ്യും. അതാണ് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്കെല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. സോ ഞാനെല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് തന്നെ വെക്കും. ഭയങ്കര ടയേർഡായിട്ട് തീരെ മൂടില്ലാത്തൊരു ടൈമാണെങ്കിൽ ഞാൻ ഇതൊക്കെ ഫ്രഷായി വന്നതിന് ശേഷമാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ എൻ്റെ വാച്ചും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് ഊരി വെക്കും. ഞാനങ്ങനെ റിങ്ങും കാര്യങ്ങളൊന്നും ധരിക്കാറില്ല. ആകെ ഞാൻ വാച്ച് മാത്രമേ വെയർ ചെയ്യാറുള്ളൂ. സോ ഞാൻ അതിൻ്റെതായ പൊസിഷനിൽ വെക്കും. പിന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കുളിക്കൽ. അപ്പോൾ കുളി എന്ന് പറയുന്നത് ഒരു മാൻഡറ്ററി തിങ് ആണ്. നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് വരുന്ന സമയത്ത് നമുക്കൊന്ന് റിലാക്സ്ഡ് ആയി ഒന്ന് കൂളാവണമെങ്കിൽ എന്തായാലും കുളിക്കണം. സോ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോകും. കുളിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിസ്കാരം കൂടിയുണ്ട്. സോ ഞാൻ അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയ ലഞ്ച് ബോക്സ് കഴുകി വെക്കും. അതും ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം സ്കൂളിൽ സോപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് നമ്മൾ വെള്ളത്തോടെ കഴുകുന്നതാണ്. സോ എനിക്കത് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. സോ ഞാൻ വന്നതിന് ശേഷം അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെയാണ് നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്നൊക്കെ നോക്കും. ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആക്കി കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. സോ ഇന്ന് യോഗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു അത് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കി കഴിക്കാമെന്നല്ല, അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനിവിടെ സ്ട്രോബെറിൻ്റെ യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. സോ സ്ട്രോബെറി യോഗട്ടും പിന്നെ കുറച്ച് ഫ്രൂട്ട്സിനായിട്ട് ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കറുമുറ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട്. ബദാം, കാഷ്യൂനട്ട് ആൻഡ് വാൾനട്ട്, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു മ്യൂസ്ലി ഉണ്ടായിരുന്നു, മില്ലറ്റ് മ്യൂസ്ലി. സോ ഞാൻ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഭയങ്കര സ്ട്രെസ്ഡ് ആയതുകൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ചുകൊണ്ട് ഫിലിം കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ റൂമിൽ പോയിട്ട് ലാപ്പിൽ ഫിലിം ഓൾറെഡി കുറേ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിലേതെങ്കിലും കാണാമെന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നു. ഈ ഫുഡ് കഴിച്ച് കഴിയുന്നത് വരെ ഫിലിം കാണാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഞാൻ അത് മൊത്തം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അബ്രഹാം മോസ്ലർ എന്നുള്ള ഫിലിം ഞാൻ പകുതി കണ്ട് അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ട്. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ കാണാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഞാൻ കണ്ടത്. ഒരുപാട് ഹോംവർക്കും കാര്യങ്ങളുണ്ട്, പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. വേഗം ഫുഡ് കഴിച്ചതിന് ശേഷം വേഗം പഠിക്കാൻ വേണ്ടി പോകും. പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഫിലിം കാണാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ നിസ്കാരം മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കാറ്. ഡെയിലി പഠിക്കാറില്ലെങ്കിലും ഹോംവർക്കും കാര്യങ്ങളും അസൈൻമെൻറ്റ്സും ഒക്കെ കറക്റ്റായിട്ട് എഴുതുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ ഞാൻ ആദ്യം തന്നെ വന്ന ഉടനെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കും. പിന്നെ എന്തൊക്കെ വർക്കാണ് ചെയ്യാനുള്ളതെന്ന് കൂടി ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരാറുള്ളത്. ചില ദിവസങ്ങളിൽ ഞാൻ ചിലപ്പം ഒരു മഗ്‌രിബ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിയാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കഴിച്ച ഫുഡിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. സോ അത് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തു നേരെ പോയി ഉറങ്ങാറാണ് പതിവ്. സോ ഇതാണ് എൻ്റെ ഒരു ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ വീഡിയോ. അപ്പം മോസ്റ്റ് ഓഫ് ദി ഡേയ്സും എൻ്റെ ഇത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ചില മൂഡില്ലാത്ത ടയേർഡായിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ ചില സമയത്ത് ഞാൻ പഠിപ്പൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്ലീസ് ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.